ഹായ് ഓൾ, ഹൗ ആർ യു ഓൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സന്തോഷത്തോടു കൂടിയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം? ഏറ്റവും വലിയ സംഗതി, ലൈഫ് ഈസ് ലൈക്ക് എ റോളർ കോസ്റ്റർ. റോളർ കോസ്റ്റർ അറിയാറില്ലേ? നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുകളിൽ പോയി താഴത്തേക്ക് വന്ന് വരുന്ന പ്രക്രിയയാണ്. ജീവിതം അതുപോലെ തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ഉയർച്ച വരുമ്പോൾ സന്തോഷവും താഴ്ച വരുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ പല ആൾക്കാർക്ക് വരാറുണ്ട്. 95% ആൾക്കാർക്ക് വരുന്നുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. അപ്പോ നമുക്കൊരു മോചനം വേണ്ടി വരുന്നത്, നമ്മുടെ ഒരു ചിന്താരീതികളൊന്നും മാറേണ്ട ആവശ്യമില്ല. മൈ നെയിം ഈസ് കൃഷ്ണകുമാർ. ഞാനൊരു ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളാണ്. ബേസിക്കലി ഐ ആം എൻ എഞ്ചിനീയർ. ഞാൻ പാഷനേറ്റ് ആയിട്ടാണ് ഈ ടോപ്പിക്കിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാറ്. പല ആൾക്കാർക്കും ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റേ എൻഡിൽ ഇരിക്കുന്ന ആള് ആദ്യ റിയലി ഇൻസ്പയർഡ് ടു ഗെറ്റ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ കാര്യമില്ല. സോ ഐ തിങ്ക് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് സെഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. എല്ലാ കാര്യങ്ങളും ഇതിപ്പോ പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, നമുക്കൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലും പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് എടുക്കുന്ന ആദ്യത്തെ ടോപ്പിക്ക് പ്രാർത്ഥനയാണ്, പ്രേയേഴ്സ്. കാരണം നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മളൊരു യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പല മേഖലയിലുള്ള ആൾക്കാരുണ്ടല്ലേ. മുസ്ലിം സമുദായക്കാരുണ്ട്, ഹിന്ദു സമുദായക്കാർ, ക്രിസ്ത്യൻ സമുദായക്കാർ, സിഖ് സമുദായക്കാർ, പല ആൾക്കാരും പല ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ അവർ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ രീതിയിൽ. പക്ഷെ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെയധികം വിശ്വാസമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നമുക്ക് കിട്ടില്ലല്ലോ ഈ യൂണിവേഴ്സ് വന്നിട്ട്. അപ്പൊ ഇവിടെ നമ്മള് പ്രാർത്ഥന രീതി, ഞാൻ ഈ ടോപ്പിക്ക് ആദ്യം എടുക്കാൻ കാരണം എനിക്കൊരു 15-16 വർഷം മുമ്പ് ആക്ച്വലി ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പ്രേയറിനും ഒരു മോട്ടിവേഷൻ വേണോ ആക്ച്വലി. അപ്പൊ അന്നത്തെ സ്പീക്കർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഞാനും ആലോചിച്ചത്. ശരിയാണല്ലോ, ഇതൊക്കെയാണല്ലോ വേണ്ടത്. ഞാൻ ലാസ്റ്റ് 16 years പ്രാക്ടീസ് ചെയ്തു. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മള് മാറാൻ തയ്യാറാണ്, നമ്മളത് ചെയ്യാൻ തയ്യാറാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം, നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ വെറുതെ ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറായിട്ട് മാറുന്നു. ഐ എം നോട്ട് എ ടീച്ചർ. ഞാൻ എന്താ പഠിപ്പിക്കാൻ പറ്റിയിരിക്കില്ല. ജീവിതത്തിൽ ഞാൻ എടുത്ത കുറേ തീരുമാനങ്ങൾ, ഞാൻ പ്രാവർത്തികമാക്കിയ കുറേ തീരുമാനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. I hope you enjoy this session. ഇനിയും ഫ്യൂച്ചർ സെഷൻസും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥനാ രീതിയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്? ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കാറുള്ളത്, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കാറില്ല, ദൈവത്തെ എനിക്കിങ്ങനെ പ്രശ്നം നിർത്തിക്കുന്നു. എപ്പോഴും ഞാൻ പോയി പ്രാർത്ഥിക്കും, ദൈവത്തെ രക്ഷിക്കണേ എന്ന്. ശരിയാണോ? ആ ഒരു വാചകം ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സുന്ദരമായ ഭൂമിയിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ജന്മം നൽകിയ സുന്ദരമായ ഭൂമിയില്ല. നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നമ്മൾ ജയിക്കാനാണ്, നമ്മൾ വിൻ ചെയ്യാനാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ പല മേഖലകളിലും കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കും, മോശം കാര്യങ്ങൾ നടക്കും. അപ്പൊ പ്രാർത്ഥിക്കേണ്ട രീതിയാണ് പലപ്പോഴും ഞാനിപ്പോ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരോഗ്യത്തിന് ചിലപ്പോൾ വിഷമം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ പരീക്ഷിക്കുന്നത്, എൻ്റെ ആരോഗ്യം എങ്ങനെയെങ്കിലും എന്തെങ്കിലും രക്ഷിച്ച്, എനിക്ക് മോണിറ്ററിങ് പൈസ ഇല്ല, എന്താ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ദൈവം എന്നെ എങ്ങനെ പരീക്ഷിക്കുകയും ചെയ്യണം, ദൈവം ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആക്ച്വലി എന്താ നടക്കുന്നത്? അന്ന് ഞാൻ ആ സെക്ഷനിൽ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിൽ ശരിയാണല്ലോ. കാരണം നമ്മുടെ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് മുകളിലല്ലേ, ഇതെല്ലാം ഇത് കേൾക്കുക. ഇപ്പോ ജനസംഖ്യ വളരെയധികം കൂടി കഴിഞ്ഞു. ജനസംഖ്യ വളരെ കൂടിയപ്പോ ആ ശക്തി ഒരു സെക്രട്ടറി വെച്ചിരിക്കുക, കമ്പ്യൂട്ടറിൽ വെച്ചിട്ട്.
കാരണം എല്ലാവരും ഡീൽ ചെയ്യാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് പറ്റില്ല. അപ്പോ കൃഷ്ണ പറയാൻ ഞാൻ ഒരു അമ്പലത്തിൽ പോയി, ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയെ കാരണം ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, ദൈവമേ രക്ഷിക്കണേ, എന്താ ദൈവമേ എന്നെ എങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സെക്രട്ടറിയോട് ദൈവം ചോദിക്കുന്നത്, ആരെ ഈ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സെക്രട്ടറി ഒരു കൃഷ്ണകുമാറാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന് ആകെ പ്രശ്നമാണ്, എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. അദ്ദേഹത്തിന് കാലുവേദന, അനുകൂല കാലുവേദന, അനുകൂല ശരീരം സുഖമില്ല, പൈസ ഇല്ല, ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല, എല്ലാ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കും. ഓ അത് ശരി, അപ്പൊ ദൈവം ആകെ കണ്ടിട്ടായി. ദൈവം ഒരു വാക്യം പറയുന്നു, ദൈവം സൊല്യൂഷൻ തരുന്നത് അങ്ങനെയാണ്, തഥാസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ്. അപ്പോ അന്നത്തെ സ്പീക്കർ പറഞ്ഞു, ഒരു കാല് വേദനയുള്ള ആള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തഥാസ്തു എന്ന് പറയുമ്പോൾ അടുത്ത കാലും വേദന. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ പോലും അന്ന് പറഞ്ഞു തന്നു, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ അവർ ലൈഫ്. ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. ദൈവമേ എനിക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തന്നതിന് നന്ദി ദൈവമേ എന്നും പറയാൻ ഉള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ പറ്റും. എപ്പോ ഇതൊന്നും ഇല്ലാത്തപ്പോൾ, ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറയും, ഇല്ലാത്തപ്പോൾ പറയാൻ പറ്റും. എനിക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തന്നതിന് ദൈവമേ നന്ദി എന്നും പറയാൻ പറ്റും. ഇത് പറയുമ്പോഴാണ് തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റേ ദിവസം നടക്കണമെന്നില്ല, പക്ഷെ വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. സോ കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്രേയേഴ്സ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൺ ഡേ യു ക്യാൻ സീ സക്സസ് കമ്മിങ് ഓൺ യുവർ വേ. ജീവിതത്തിന്റെ അഭിലാഷങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസം വരുന്നത് കാണുന്നു. എനിക്ക് വലിയൊരു ആഗ്രഹം, കാരണം ഞാൻ നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് പഠിച്ച് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ ജീവിതകഥ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ലാംഗ്വേജ്, കാരണം ജീവിതത്തിൽ അനുഭവിച്ച കാരണമാണ് എനിക്ക് കൂടുതൽ പറയാൻ ഒരു ആകാംക്ഷയും അതുവഴി മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമില്ല, വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സോ ടുഡേ ഐ ആം ഹിയർ ടു ഡെലിവർ ഓൾ ദോസ് തിങ്സ്. അപ്പൊ ആദ്യം പ്രയർ എടുത്തു എന്ന് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും മാറ്റം, ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. CHANGE, ചേഞ്ച്. C stands for character, H stands for habit, A stands for attitude, N stands for norms, G stands for your goals, E stands for your effort. ഈ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കുന്നില്ല. ഞാൻ നല്ല സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്, ഞാൻ നല്ല എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ല. ബട്ട് ആഫ്റ്റർ ഓൾ ദോസ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ മോശമെന്ന് പറയില്ല, എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അപ്പോൾ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ, എഡ്യൂക്കേഷൻ വരുമ്പോഴാണ് നമ്മളൊരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ ലെവൽ നമുക്ക് കിട്ടുക. പക്ഷെ അതിലുപരി എഡ്യൂക്കേഷന് പുറമെ we have to have a life-changing education program. So today I am here to deliver all those things. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാനും പറ്റിയത്, നിങ്ങളുടെ അഭിമുഖീകരിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിലൊക്കെ എന്തായാലും ഞാൻ മെല്ലെ നമുക്ക് ടോപ്പിക്സ് മാറി നിങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവരോട് കേൾപ്പിക്കാൻ. കാരണം ചിലപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയാലോ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണ്ടേ വേണ്ടേ? സോ ടേക്ക് എ വൈസ് ഡിസിഷൻ,
take a wise decision and have a happy life. ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് വരട്ടെ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രേയേഴ്സ്. രാവിലെ എഴുതിയിട്ട് കുടി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. ജസ്റ്റ് പ്രാക്ടീസ് attitude of gratitude. Thank you very much. See you in the next video. Bye bye. Take care.